ശ്രീ ജോസൂട്ടി ഒഴികിൽ പലപ്പോഴും ഈ കഴിഞ്ഞ 10 ദിവസമായി പല മാധ്യമങ്ങളും ഈ മാധ്യമ ചർച്ചകളിൽ അവർ ഉന്നയിക്കുന്ന കാര്യം ഒരു ഡേറ്റയുടെ ഒരു അടിസ്ഥാനമില്ലാതെയാണ് പാലാപിതാവ് ഈ കാര്യം ഉന്നയിച്ചത്. സത്യത്തിൽ നമ്മുടെ രൂപതകളിലും ഇടവകളിലും നമ്മുടെ തന്നെ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ നേരിടുന്ന നീറുന്ന വേദനകളുണ്ട് ഈ നാർക്കോട്ടിക്സുമായും ലവ് ജിഹാദുമായും ഒക്കെ ബന്ധപ്പെട്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലല്ലേ മാർ ജോസഫ് കലറങ്ങാട്ട് ആ ഒരു പ്രസ്താവന നടത്തിയത്? അതിനെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയാണോ ശ്രീ ജോസൂട്ടി ഒഴികിൽ? തീർച്ചയായും അതിനെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുന്നതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത് ഇതുവരെയും നടന്നു വന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ഇതിന്മേൽ തുടർ അന്വേഷണമോ മറ്റ് സംഗതികളോ ഉണ്ടാകാൻ പാടില്ല. തുടരന്വേഷണമോ മറ്റ് സംഗതികളോ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഇത് നടക്കാതെ വന്നെന്ന് വരാം. അതുകൊണ്ടാണ് തുടരന്വേഷണത്തിനുള്ള സാധ്യതകളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകളുണ്ട്, വ്യക്തമായ കണക്കുകളുണ്ട്. പക്ഷെ ആ കണക്കുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആളെന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് അങ്ങനെ തെളിവ് പരസ്യപ്പെടുത്തുന്നതിൻ്റെ അകത്തൊക്കെ ഒത്തിരി സാമൂഹ്യമായും വ്യക്തിപരമായും ഒക്കെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ അത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഇടവയിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ പോയിരിക്കുന്നു എന്നൊക്കെ തെളിവ് കൊടുക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്നാൽ യഥാർത്ഥ സാഹചര്യം എന്താണ്? നമ്മുടെ ഓരോ ഇടവകകളിലെയും വികാരിയച്ഛന്മാരുടെ അടുത്താണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഇടയ ജനങ്ങൾ ആദ്യമേ സമീപിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ വേദനകൾ മാറ്റുവാനും അവരെ ഒരു സാധാരണ തലത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടവക സമൂഹത്തിനകത്ത് നടക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ആ മുറിവുണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അപ്പോൾ അവിടെ ഉണ്ടാവുക. അതേ സമയത്ത് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ഓരോ രൂപതയിലെയും ഇടയന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ രൂപതാ നേതൃത്വത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അങ്ങനെയുള്ള കൃത്യമായ രേഖകൾ അല്ലെങ്കിൽ വസ്തുതകൾ യഥാർത്ഥത്തിൽ ഉണ്ട്. അത്തരം വസ്തുതകൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കേണ്ട വേദികളിൽ അല്ലാതെ അത് അവതരിപ്പിക്കുന്നത് ഗുണത്തെക്കാളേറെ ദൂഷ്യം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടായിരുന്നു. ശ്രീ ജോസൂട്ടി ഒഴികിൽ ഒരു കാര്യം, അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ ഒരു ഡേറ്റ, രൂപതകളുടെ കയ്യിലുള്ള ഈ ഒരു ഡേറ്റ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർക്കുകയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്താൽ രൂപതകൾക്ക് അത് സമർപ്പിക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടുമ്പോഴല്ല, ഇതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി ഉള്ള അന്വേഷണങ്ങൾ വരണം. അല്ലാതെ യോഗം വിളിച്ചുകൂട്ടി യോഗത്തിൽ വെച്ച് നമുക്ക് പറയാവുന്ന കാര്യങ്ങളല്ലത്. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് വരികയും അത്തരം തരത്തിലേക്ക് വരുമ്പോൾ ഓരോ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അത് നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല, ഹൈന്ദവ മറ്റു മതങ്ങളുടെ തെളിവുകളുണ്ട് ഇതിന്റെ അകത്ത്. ഇതിലെ മറ്റൊരു വസ്തുത എന്താണ്? ഈ നാർക്കോട്ടിക് ഉപയോഗവും എന്താണ് ഈ പറയുന്ന ആ വാക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഏറ്റവും അപകടകരമായ കാര്യം, അത് ഏത് സമുദായമാണോ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അത് അവർക്ക് തന്നെ അത് ഏറ്റവും അപകടകരമായിട്ട് വരും. തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഇരകളാകാൻ പോകുന്നതിൽ ഒരു വലിയ വിഭാഗം ഇവിടുത്തെ സമാധാന പ്രേമികളായ ഇസ്ലാമുകളാണ്. നാർക്കോ ജിഹാദിന്റെ ഇരകളാകാൻ പോകുന്നത് അതിലൊരു വലിയ വിഭാഗം ഇവിടുത്തെ സമാധാന പ്രേമികളായ ഇസ്ലാമുകൾ തന്നെയാണ്. കാരണം ഇത് ഒരു പൊതുസമൂഹമാണ്. അതിൻ്റെ അകത്ത് ഒരു സമൂഹത്തിന് മാത്രമായി അതിന്റെ എല്ലാ ദുരിതവും ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം സംഗതികൾ ഒരു സമൂഹ ഗാത്രത്തിനുള്ള ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുപോലെയാണ് മുന്നിട്ട് വരേണ്ടത്. അല്ലാതെ ഒരു വിഭാഗം മാത്രമല്ല അതിനാണ് മുന്നിട്ട് വരേണ്ടത്. അതിനാണ് നമ്മൾ സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം ഓരോ സമുദായത്തിനും അതിന്റെ നേതൃത്വത്തിലുണ്ട്. ആ സാമൂഹികമായ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഇവിടെ വേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ വൈകാരികമാക്കുക. ഇപ്പൊ നാർക്കോ ജിഹാദ് എന്ന വാക്ക് ഏതെങ്കിലും മതത്തിന്റെയോ സമുദായത്തിന്റെയോ കുത്തകയല്ല. ജിഹാദ് എന്ന വാക്ക് പോലും അറബി വാക്കാണ്, അറബി ഡിക്ഷണറിയിലുള്ള ഒരു വാക്കാണ്. ആ വാക്കിന് കൃത്യമായ അർത്ഥം അതിനുണ്ട്. ആ അർത്ഥം അതിനുള്ളപ്പോ ആ വാക്ക് ഉപയോഗിച്ചാൽ അത് ഞങ്ങളെ അപമാനിക്കുന്നതാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, അത് ഒരു വാക്കാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നാർക്കോ ജിഹാദ് എന്ന വാക്കിന് വേറൊരർത്ഥമാണ്. ആ വാക്ക് ഇവിടെ കാര്യമായി അങ്ങനെ ഒറ്റ വാക്കായിട്ട് തന്നെ ഉപയോഗിക്കാണ്. നാർക്കോ എന്നും ജിഹാദ് എന്നും വേറിട്ടല്ലാതെ നാർക്കോ ജിഹാദ് എന്ന ഒറ്റ വാക്കായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മതവൽക്കരണമോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങളുടെ നേട്ടമോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ് ഈ നാർക്കോ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം നാർക്കോ ജിഹാദുകളുടെ ഉപയോഗം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആക്രമിക്കുന്നത് അതിന്റെ ഒരു മറുവശമുണ്ട്. എന്താണത്? ഇതുവരെ ഞങ്ങളൊക്കെ ഒളിച്ചു വെച്ചിരുന്ന ഒരു കള്ളി ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു, ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു സംഗതി പുറത്തേക്ക് വന്നിരിക്കുന്നു.
ഇത് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ നാളിതുവരെ ചെയ്തു വന്നിരുന്നത് പോലെ ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഇത് വെച്ചിരുന്ന പോലെ പറ്റിയെന്ന് വരില്ല എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന നിരാശയും ജാള്യതയും അതൊരു വർഗീയതയാക്കി മാറ്റി മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്. രണ്ടാമത് മറ്റൊരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എന്താണത്? അത് വിവാദമാക്കിയാൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതയിൽ നിന്നും വഴിതിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഒരു സംഗതി വഴിതിരിച്ച് വേറെ വഴിക്കാൻ കിട്ടാൽ മതി. അപ്പോ ഈ നാർക്കോ ജിഹാദ് എന്ന വിഷയം പിതാവ് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്മേൽ അതിന്റെ വസ്തുത എന്താണ് എന്ന് യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കുറച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നതുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അന്വേഷിക്കാൻ പോയാൽ അതിവിടെ ഒരു ക്രമസമാധാനമാകുമെന്നോ അല്ല അന്വേഷണം പോലും ആവശ്യമില്ലാത്ത ഒരു വർഗീയ പരാമർശമാണ് ഇത് എന്തെന്ന് വരുത്തി തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അജണ്ടയ്ക്ക് ചേർന്ന് നിൽക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയുടെ തന്ത്രജ്ഞതയും നമ്മൾ തിരിച്ചറിയണം. ഈ യഥാർത്ഥത്തിൽ തീവ്രവാദികളുടെ താല്പര്യം എന്ന അജണ്ടയുണ്ട്. അതെന്താണ്? ഒരിക്കലും ഇവിടെ അന്വേഷണം നടക്കാൻ പാടില്ല. ആ അജണ്ടയ്ക്ക് മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ളത് വർഗീയ രാഷ്ട്രീയ താല്പര്യമാണ്. ഇതൊരു വിവാദമാക്കി വളർച്ചയുടെ പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിവാദം ഇതിനകത്തില്ലായിരുന്നു. ഇതിനകത്തൊരു വിവാദം ഉണ്ടാക്കിയെടുക്കുകയും അത് ചില ആളുകളുടെ അബദ്ധവുമായ ചില പരാമർശങ്ങൾ ആദ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇതൊരു വിവാദത്തിന്റെ സ്വഭാവത്തിലേക്ക് വരികയും അത് കെട്ടടങ്ങും നടത്തുന്ന വീണ്ടും അതിനെ കുത്തിപ്പൊക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിലുള്ളത് വളരെ വ്യക്തമായ ഈ നാർക്കോ ജിഹാദിസ്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെ അവരെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അതിനെ അങ്ങനെ രാഷ്ട്രീയ അജണ്ടയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ രാഷ്ട്രീയ അജണ്ട കേരള സമൂഹത്തിന് അപകടകരമാണ്. മുഖ്യമന്ത്രിയുടെ ആ ഒരു രാഷ്ട്രീയ ഞാൻ തിരിച്ചു വരാം ശ്രീ ജോസ് കുട്ടി ഒഴികൽ. മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രീയ അജണ്ട തുറന്നു കാട്ടുകയായിരുന്നു ശ്രീ ജോസ് കുട്ടി ഒഴികൽ.